അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കല്ലുകൾ വേണം, അതുപോലെ തന്നെ കുറച്ച് ഷെൽസ് വേണം, പിന്നെ എപ്പോഴത്തെ ഒരു കാർഡ്ബോർഡ്. ആൻഡ് ഇത് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലൂഗൺ ആണ്. എൻ്റെ ഗ്ലൂഗൺ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 2 വർഷം കൊണ്ടായി ഞാൻ ഇത് എടുത്തിട്ട് ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഇന്നാണ് ഇതൊന്ന് പൊടി തട്ടി എടുത്തത്. അപ്പം ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആദ്യമേ നമ്മളൊരു കാർഡ്ബോർഡ് വെച്ചൊരു സർക്കിൾ കട്ട് ചെയ്യുക, അതാണ് നമ്മുടെ ബേസ്. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത കുറച്ച് കല്ലുകളില്ലേ, ഈ കല്ലുകൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കല്ലുകൾ നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തായിട്ട് മേളിലായിട്ട് ഇങ്ങനെ ഷെൽസ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. 3 ഷെൽസാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് കുറച്ച് കല്ലുകളോട് വേണം, പക്ഷെ അത് കുറച്ച് കുഞ്ഞു കല്ലുകളാണ്. അത് യൂസ് ചെയ്തിട്ട് താഴത്തെ വശത്ത് മാക്സിമം കാർഡ്ബോർഡ് കാണാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്ലൂഗൺ വേണം. നമുക്കിതിൽ കൂടെ വെള്ളം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പ് നമുക്ക് സെലോ ടേപ്പ് വേണം. സെലോ ടേപ്പ് ഇതുപോലെ കുഞ്ഞതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം കാണുന്നില്ലേ, ഇതുപോലെ കട്ടി കുറച്ച രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്ലൂഗൺ എടുക്കാം. ഇതുവരെ ചെയ്തു വന്നപ്പം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഗ്ലൂഗൺ എടുത്തിട്ട് കുറേ നാളായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്ലൂ സ്റ്റിക്കിൽ ഫുൾ പൊടിയായിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ കളർ കുറച്ച് യെല്ലോയിഷ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്ലൂ അകത്ത് ഒഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടില്ല, അതിൻ്റെ അകത്ത് ഫുള്ളും പൊടി ഇതുപോലെ ആവുമായിരുന്നു. അങ്ങനെ ആദ്യത്തെ തവണ ചെയ്തു, അത് ഫ്ലോപ്പായി. 2ാമത്തെ തവണയും ചെയ്തു, അതും ഫ്ലോപ്പായി. 3ാമത് മൊത്തം റിമൂവ് ചെയ്തു. ഇനി ഞാൻ പുതിയൊരു ഗ്ലൂ സ്റ്റിക്കാണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ലാസ്റ്റായിട്ടും ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വർക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റിയത്. ആദ്യമേ ആ ഗ്ലൂ സ്റ്റിക്ക് പുതിയത് യൂസ് ചെയ്ത സമയത്തും ചെറുതായിട്ട് പൊടി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഗ്ലൂ മൊത്തം റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ നല്ലപോലെ ഗ്ലൂ വന്നത്. അങ്ങനെ നമ്മളിതുപോലെ വെള്ളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊഴിവിലും എൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ഇത്രയായി. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതിനുശേഷം കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വേണം. ഇതും കൂടി നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് കുറഞ്ഞു പോയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ പ്ലാന്റ്സ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ പല രീതിയിലുള്ള കുറച്ച് ഫോട്ടോസ് കാണാം. അപ്പം എല്ലാവർക്കും ഒരു വീഡിയോയും അതുപോലെ നമ്മുടെ ഒരു വെള്ളച്ചാട്ടവും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.